ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഞാൻ ഈ ജെല്ലിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ്. ഈ വീഴുന്ന നീരാണ് നിങ്ങളുടെ മുടിയെ ഭ്രാന്ത് പിടിപ്പിച്ച് വളർത്താൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തലമുടിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, തലമുടി കൊഴിച്ചിൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായ പ്രശ്നമാണ്. ആൺകുട്ടികൾക്ക് കഷണ്ടി ആവാറുണ്ട്, പെൺകുട്ടികൾക്ക് ഒരുപാട് മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സവാളയാണ്. ഒരു സവാള വേണ്ട, അരമുറി സവാള. അരമുറി സവാള നമുക്ക് വേണം. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവച്ചിട്ടുണ്ട്. കറ്റാർവാഴയുടെ ഒരു തണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു കറ്റാർവാഴയുടെ തണ്ടില്ലാത്തവർക്ക് കറ്റാർവാഴയുടെ ജെല്ലായാലും എടുക്കാം. അപ്പം ഈ ഒരു 3 കൂട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു തലമുടി നല്ല തിക്കായിട്ട് വളരാൻ നമുക്ക് സഹായിക്കും. സവാള ഒരു അരമുറി നമുക്ക് മുഴുവനായിട്ടും വേണം. നമുക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനെ ഇടിച്ച് ചതച്ച് ഇതിൻ്റെ നീരെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സവാള ഞാൻ നല്ലൊരു ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. 2 ടീസ്പൂണോളം വരുന്ന രീതിയിലൊരു വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റാം. വെളിച്ചെണ്ണ എത്രയാണ് എടുത്തത് ആ ഒരു അളവിൽ നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ഒരു സവാള ഒന്ന് പിഴിഞ്ഞ് കാണിക്കാം. കണ്ടോ, നല്ല രീതിയിലുള്ള നീര് ഇതിനകത്ത് ഇപ്പം തന്നെ ഉണ്ട്. നല്ല കുഴമ്പ് രൂപേണ ഇരിക്കുകയാണ്. ഒരു മൂലയ്ക്ക് കുറച്ച് നമുക്കിങ്ങനെ മുക്കിയെടുക്കുക. നമ്മുടെ തലമുടിയിലാണ് തേക്കേണ്ടത്. ഇപ്പം തലമുടിനെ കഴുകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഓരോ തലമുടി ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ അതിൻ്റെ ഇടയ്ക്കിലേക്ക് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല തണുപ്പായിരിക്കും. ഒരു അരമണിക്കൂർ കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യണം. മറ്റ് ജോലിയോ വേർക്കാനോ ഒന്നും പാടില്ല. താളി ഉപയോഗിച്ച് കഴിക്കണം, അതായത് ഏറ്റവും നല്ലത്. അതല്ല, ഷാമ്പു നമുക്ക് ഉപയോഗിക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം നമ്മുടെ മുടിയിൽ മനസ്സിലാവും. കൃത്യമായിട്ട് 1 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മുടി കൊഴിച്ചിലാണെങ്കിലും ഇനി അതല്ല നല്ല രീതിയിലുള്ള മുടി നമുക്ക് തിക്കായിട്ട് വളരാനാണെങ്കിലും ഈ ഒരു ജെല്ല് സഹായിക്കും.